പിന്നെ ഇതിനെല്ലാത്തിനും മേളിൽ ഒരാളുണ്ട്, ദൈവം എന്നൊരു ശക്തിയുണ്ട്. അത് മാത്രം നോക്കിയാൽ മതി. പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ടല്ലോ, സൂര്യ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത്. അത് മാത്രം മുന്നിട്ട് നമ്മൾ പോയാൽ മതി. അതാണ് ദിലീപ് എന്ന് ഞാൻ കരുതുന്നു. ദിലീപ് സാറിന് ഒരുപാട് കഷ്ടങ്ങൾ വന്നപ്പോഴൊക്കെ നമ്മൾ അമ്പലത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദിലീപ് സാർ ഇനി ഒരു 100 വയസ്സ് വരെ നല്ല കോമഡികളും നല്ല കുറച്ച് സങ്കടമുള്ളവർക്ക് വേണ്ടി ചിരിക്കാനായിട്ടൊക്കെ ഉള്ള ശരിക്കും നമുക്കൊരു ഫീലിംഗ് ഉണ്ടായി, നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുന്ന പോലെ. അപ്പോൾ എനിക്ക് ശരിക്കും ഒരു സങ്കടം ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ഡിഗ്രേഡ് ഒന്നും എടുത്ത് പറയേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ തോന്നുന്നത്. അത് പറയുമായിരിക്കും, പറഞ്ഞോട്ടെ. അതിപ്പോൾ ഷസാമിൻ്റെ റിവ്യൂ നോക്കിയാണെങ്കിലും അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ നോക്കിയാലും ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം എല്ലാവർക്കും നല്ല സിനിമയായിരുന്നു. ദിലീപ് സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദിലീപ് സാറിന് ഒരുപാട് കഷ്ടങ്ങൾ വന്നപ്പോഴൊക്കെ നമ്മൾ അമ്പലത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദിലീപ് സാർ ഇനി ഒരു 100 വയസ്സ് വരെ നല്ല കോമഡികളും നല്ല കുറച്ച് സങ്കടമുള്ളവർക്ക് വേണ്ടി ചിരിക്കാനായിട്ടൊക്കെ ഉള്ള കുറേ കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മാഡവും എൻ്റെ മാഡത്തിൻ്റെ മകളുടെ കുഞ്ഞും ഞങ്ങളെല്ലാം കുറച്ച് ദൂരെ നിന്നാണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഈ സിനിമ കാണിക്കാനായിട്ടും കൂടെയാണ് വന്നേക്കുന്നത്. അതിൽ വളരെ ഹാപ്പിയാണ്. കണ്ണു നിറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞ് ദിലീപ് സാറിന് ഒരുപാട് നിരപരാധിത്വം ഒരുപാട് ദിലീപ് സാറിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടത്തിൻ്റെ വീണ്ടും ഒരു കുട്ടി പിന്നെ ഇങ്ങനെ ഒരുപാട് കഷ്ടങ്ങൾ പിന്നെയും ആ കുട്ടി മുഖാന്തരം വന്നപ്പോഴത്തേനും ശരിക്കും നമുക്കൊരു ഫീലിംഗ് ഉണ്ടായി, നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുന്ന പോലെ. അപ്പോൾ എനിക്ക് ശരിക്കും ഒരു സങ്കടം ഉണ്ടായിട്ടുണ്ട്. ഇല്ല അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എൻ്റെ മാഡത്തിനും ദിലീപ് സാറിൻ്റെ സിനിമയെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇതിനു വേണ്ടി തന്നെ വന്നത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല സിനിമയാണ്. ഞങ്ങൾക്ക് കുറച്ച് സങ്കടം ഉണ്ടെങ്കിലും കുറച്ച് സന്തോഷമുണ്ടായി, നല്ല ഒരു വിഷമവും ഉണ്ടായി. ഇല്ല ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ ദിലീപ് സാർ കുറച്ച് സങ്കടം വന്നിട്ടാണ് ആ കരഞ്ഞത്. സാറിൻ്റെ ജീവിതത്തോട് തന്നെയാണ് ഇപ്പോഴും പിന്നെ ഇതിൽ കുറച്ച് ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡിഗ്രേഡിങ് ഉണ്ട്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളെ ഉള്ളവർ അതൊന്നും ശ്രദ്ധിക്കത്തില്ല. ഞങ്ങൾ ദിലീപിൻ്റെ സിനിമയാണെങ്കിൽ ഞങ്ങൾ പോയി കാണും. അതിലെന്തോന്ന് ഡിഗ്രേഡൊന്നോ ഒന്നും നോക്കത്തില്ല. ഞങ്ങളെല്ലാ സിനിമയും കാണും. ഇതാണ് സിനിമ, എല്ലാ സിനിമയും ദിലീപിൻ്റെ സിനിമ ഇതുവരെയുള്ള എല്ലാം കണ്ടിട്ടുണ്ട്. ഒന്നേ ഉള്ളൂ, കൊട്ടാരക്കര വെച്ചിട്ട് ഇതൊക്കെ ചെയ്തില്ല, ഷൂട്ട് പുതിയ ഉദ്ഘാടനം ചെയ്യും. അതേ ഉള്ളൂ സിനിമ, ഇറങ്ങാത്ത സിനിമയേ ഉള്ളു കാണാത്തത്. ബാക്കി എല്ലാ സിനിമയും ഞങ്ങൾ കണ്ടിരിക്കും. ഈ ഒരു പടത്തിലൊന്നല്ലേ, എന്നത്തെയും പോലെ തന്നെ നല്ല നടനാണ് വന്നിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് ദിലീപ് എന്ന് പറയുമ്പോൾ എപ്പോഴുമേ ഒരുപോലെയല്ലേ. ഇനി നമ്മൾ ഡിഗ്രേഡ് ഒന്നും എടുത്ത് പറയേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ തോന്നൽ. അത് പറയുമായിരിക്കും, പറഞ്ഞോട്ടെ. അതിപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ നല്ല തിരക്കോടെ വന്നോളും, ദൈവം കാത്തോളും. കുഴപ്പമില്ല, വലിയ അതല്ലേ പറഞ്ഞേ, കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ദിലീപിൻ്റെ പടം വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റി. ലാസ്റ്റ് മൊമെൻ്റ് വല്ല, കാരണം ഇതുപോലെയുള്ള സാധാരണക്കാരുടെ ജീവിതത്തിൽ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ കാണിക്കുമ്പോൾ അത് ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പം തെറ്റായിരിക്കാം. പ്രാധാന്യമാണ് എങ്കിൽ തന്നെയും അത് കുറച്ച് അപകടവുമാണ്. കാരണം അത് ശരിക്കും എന്താണെന്ന് തിരക്കണ്ടേ. കിട്ടുന്നത് അപ്പാടെ റീൽസ് കൂട്ടുക എന്നുള്ള ഇതിലങ്ങ് പോവുകയല്ലേ. അങ്ങനെ പാടില്ലല്ലോ. അതാണ് ഇപ്പോൾ ഈ കണ്ടത്, അതിൻ്റെ ഉദാഹരണമാണല്ലോ. അതാണ് ഏറ്റവും വലിയ ലാസ്റ്റുള്ള ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. കാരണം ഒരു സാധാരണക്കാരുടെ ജീവിതങ്ങളിൽ ഇങ്ങനെ വരരുത്, ഇതെല്ലാവർക്കും ഒരു പാഠമാവട്ടെ. അതും ഉണ്ടാവുമല്ലോ, അത് ദിലീപിനോടുള്ള ആൾക്കാർ ഉണ്ടാവുമല്ലോ, അത് സ്വാഭാവികം ആയിരിക്കാം. പിന്നെ ഇതിനെല്ലാത്തിനും മേളിൽ ഒരാളുണ്ട്, ദൈവം എന്നൊരു ശക്തിയുണ്ട്. അത് മാത്രം നോക്കിയാൽ മതി. പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ടല്ലോ, സൂര്യ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത്. അത് മാത്രം മുന്നിട്ട് നമ്മൾ പോയാൽ മതി. അതാണ് ദിലീപ് എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. പടം നല്ലൊരു മൂവിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഫാമിലിയായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ ഉള്ള ഒരു സിനിമ വെച്ച് നോക്കിയാൽ ഫാമിലിക്ക് എന്തായാലും ബെസ്റ്റായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. മനഃപൂർവ്വമാണോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഞാനൊരു റിവ്യൂ ഒക്കെ നോർമലായിട്ട് റിവ്യൂ ഒക്കെ നോക്കി വെച്ച് നോക്കുക, അത്യാവശ്യം നല്ല ഡീഗ്രേഡിങ് ഉള്ള ഒരു സിനിമയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പക്ഷേ ഡീഗ്രേഡിങ് എന്നല്ല, ഫസ്റ്റ് ഹാഫ് ഞാനിപ്പം കണ്ടായിരുന്നു, ചിലവർക്ക് ഒട്ടും കോമഡി വർക്കൗട്ടായില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഷസാമിൻ്റെ റിവ്യൂ നോക്കിയാണെങ്കിലും അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ നോക്കിയാലും ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ചിരി വന്നില്ല എന്ന് പറയുന്നു. പക്ഷേ എനിക്കും ചില കോമഡീസ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഫാമിലിക്ക് എന്തായാലും എൻ്റെ അടുത്തിരുന്ന എല്ലാവരും ചിരിക്കണുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചില കോമഡീസ് എനിക്ക് ചിരിക്കാൻ പറ്റില്ല. ബാക്കി എല്ലാവരും ചിരിക്കണമെന്ന് ഞാൻ എന്തെന്ന് ആലോചിച്ചു. അത് ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് നോക്കിയാണെങ്കിൽ എല്ലാവർക്കും വേരി ചെയ്യും. അത് അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു സിനിമയാണ്. എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല. പക്ഷേ ഫാമിലി എന്തായാലും കൺഫേമായിട്ട് അവർക്ക് വർക്കാവും ഈ സിനിമ.